മലപ്പുറം ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണിത്. കവളമുക്കട്ടത്താണ് പേര്. ഈ ഗ്രാമത്തിൻ്റെ പുഴയും അതുപോലെ തന്നെ കാടും മലയും ഒക്കെയുള്ള വളരെ മനോഹരമായ ഈ ഗ്രാമത്തിൻ്റെ ഇടവഴികളിലൂടെ നടന്ന് ലോകത്തിൻ്റെ മാന്ത്രിക ഭൂപടത്തിലേക്ക് കയറി വന്ന ഒരു മനുഷ്യനുണ്ട്. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട വിഖ്യാത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട്. വീടിൻ്റെ കഥകൾ പറയുമ്പോഴും വായിക്കുമ്പോഴും ഇൻ്റർവ്യൂകൾ കാണുമ്പോഴും ഒക്കെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു തണലാണ് ഈ ആൽമരം. എല്ലായിടത്തും ഒരു വലിയൊരു കെയറിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് അത് അച്ഛൻ്റെ ഓർമ്മകൾ കൂടിയുള്ളൊരു ആൽമരമാണ്. ഇത് ഒരു തണലാണ്. കാരണം ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും തണലാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊഴുത്തിൻ്റെ അടുത്തൊരു ചെറിയൊരു ആലിൻ്റെ തയ്യ് പൊങ്ങിയ സമയത്തെ അച്ഛൻ ആൽത്തയ്യ് ഇത് നാട്ടുകാർക്ക് എല്ലാവർക്കും ഗുണമാവട്ടെ എന്ന് പറഞ്ഞ് ഈ ചെരങ്ങാത്തോടിൻ്റെ പക്കത്ത് കൊണ്ടുപോയിട്ട് നട്ടതാണ്. അത് ഇത് വളർന്ന് വലുതായി വലിയൊരു ആൽമരമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നിവിടെ ഒരു ബസ് സ്റ്റോപ്പാണിത്. അപ്പോൾ ഈ ആൽച്ചോട് എന്ന് പറയുന്നൊരു ബസ് സ്റ്റോപ്പ് ആണ് ഇന്നിവിടെ. വൈകുന്നേരങ്ങളിൽ ആളുകൾ വന്ന് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു തറയിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. അവിടെയാണ് പ്രതീക്ഷയുടെ കാത്തിരുന്നത്. അപ്പോൾ നമ്മൾ കഥ പറഞ്ഞ് തുടങ്ങുമ്പോൾ തുടങ്ങാൻ പറ്റിയ സ്ഥലം തീർച്ചയായിട്ടും ഈ ആൽമരം എന്ന് പറയുന്നത് ഒരുപാട് കടപ്പാടിൻ്റെ, എന്താ പറയുക, ഒരുപാട് ഓർമ്മകളുടെ, ഒരുപാട് നന്മയുടെ ഒരു 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 വൃക്ഷം തന്നെയാണ്. കാരണം അച്ഛൻ്റെ ഓർമ്മകൾ മുഴുവൻ ഒരു പക്ഷേ ഈ ആൽമരത്തോളം പടർന്നു നിൽക്കുന്ന, എൻ്റെ മനസ്സിൽ പടർന്നു നിൽക്കുന്നത് അത്രമാത്രം അച്ഛൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന ഒരു ആൽമരം തന്നെയാണ്. നമുക്ക് ഈ ഗ്രാമത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഈ നാടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രതീക്ഷ. നമുക്ക് പോവാം. വണ്ടി വേണ്ട കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നടന്ന് ഈ കവളമുക്കട്ട എന്ന് പറയുന്ന ഗ്രാമത്തിനെ ആസ്വദിച്ച് അതിനനുഭവിച്ച് നമുക്ക് അറിയാം. എനിക്ക് തോന്നുന്നു ഈ നാടിൻ്റെ സൗന്ദര്യം ഒരിക്കലും ക്യാമറയിൽ കിട്ടില്ല എന്ന് തോന്നുന്നു. ഇതാണ് പ്രജേഷ് എൻ്റെ ഗ്രാമം, കവളമുക്കട്ട എന്ന് പറയുന്ന ഗ്രാമം. അതിമനോഹരമായിട്ടുള്ള ഗ്രാമം. ഞാൻ എപ്പോഴും ഈ ONV സാറിൻ്റെ ഇതില്ലേ, പാട്ടില്ലേ, ആദിവിഷ സന്ധ്യ പൂത്തതിവിടെ, ആ പാട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഈ ഗ്രാമത്തിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ ഒരു ഭാഗത്ത് കാടാണ്, നടുവിലെ റോഡാണ്, അപ്പുറത്ത് നാടാണ്, അതിനപ്പുറത്ത് തോടാണ്, അതിനിടയ്ക്ക് മുതുകാട്. അങ്ങനെ കവളമുക്കട്ട എന്ന് പറയുന്ന ഗ്രാമത്തിൽ കാടും തോടും മുതുകാടും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു സൗന്ദര്യ കാഴ്ചയുടെ ഒരു ലോകമാണത്. ഇവിടെ ഈ ഗ്രാമത്തിലാണ് ശരിക്കും ഞാൻ വളർന്നത്, ഞാൻ ജനിച്ചത്, ഞാൻ വളർന്നത്. ഒരു കർഷകൻ്റെ മകനായിട്ട് ഈ നാട്ടിൽ ജനിച്ചു. മാജിക്കിൻ്റെ യാതൊരു പാരമ്പര്യവും ഇല്ലാത്ത ഒരു വീട്ടിൽ ജനിച്ചു. മാജിക്കിനെ കുറിച്ച് അച്ഛൻ ഒരുപാട് കഥകൾ പറഞ്ഞു. ആ കഥകളിലൂടെ പതുക്കെ മാജിക്കിനെ സ്നേഹിക്കാൻ തുടങ്ങി, മാജിക്കിനെ പിന്നെ പ്രേമിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാജിക്കിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായി മാറി. പിന്നെ മാജിക്കിനോടൊപ്പമുള്ള യാത്ര തുടർന്നു. ഈ ഗ്രാമങ്ങളെക്കുറിച്ച് പറയുന്നത് ഗ്രാമങ്ങൾ മുഴുവൻ നന്മ നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളെന്നാണ്. അപ്പോൾ ഗോപിയുടെ മാജിക്കുകൾ എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പം സ്റ്റോപ്പ് സൈഡ് ആയാലും അതുപോലുള്ള മാജിക്കുകൾ മുഴുവൻ ഈ നന്മ നിറഞ്ഞ മാജിക്കാണ്. ആളുകളെ നല്ലത് പഠിപ്പിക്കുന്ന, ഒരുപാട് കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനം. അപ്പോൾ അത് ഈ ഗ്രാമത്തിൽ നിന്നാണോ കിട്ടിയത്? അതാണോ? അല്ല, ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധി തീർച്ചയായിട്ടും അതിനകത്തുണ്ട്. ഗ്രാമത്തിൻ്റെ ഒരു സ്നേഹം, എന്താ പറയുക, ഇപ്പോഴും ഞാൻ പറയാം, ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ എപ്പോഴും ഓർക്കുന്ന എൻ്റെ കവളമുക്കട്ട എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹമുണ്ട്, അതിനൊരു വിശുദ്ധിയുണ്ട്, അതിൻ്റെ ഒരു പവിത്രതയുണ്ട്. അതെല്ലാം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് ഈ നാടിന്. പക്ഷേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഞാൻ കൂടുതൽ ആർജിച്ചെടുത്തത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. മാന്ത്രികനാണ് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ എന്താ പറയുക, കരച്ചിൽ വന്നാൽ കരയുകയും ചിരി വന്നാൽ ചിരിക്കുകയും ചെയ്യുന്ന ഒരു പച്ച മനുഷ്യനാണ്. മാജിക് കാണിക്കുന്ന സമയത്ത് മാത്രമേ മജീഷ്യൻ ആവുന്നുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നു അതാട്ടോ, ജീവിതത്തിൽ ഒരിക്കലും മാജിക് കാണിക്കരുത് എന്നുള്ളതും സ്റ്റേജിൽ മാത്രം കാണിക്കേണ്ടതാണ് മാജിക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ പച്ചയായ ഒരു മനുഷ്യനായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാടും പുഴയും അതുപോലെ ഈ വഴിയും ഒക്കെ പോലെ തന്നെ വളരെ സ്വാഭാവികമായ ഒരാൾ തന്നെ. അതെ 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 ഇവിടെ ഇങ്ങനെ ഒരു പടം എടുക്കാം. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം
ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. Okay. പാറയും പായലും പച്ചയെല്ലാം കൂടി നോക്കുക, രസമുണ്ട്. ഇത്രയും മനോഹരമായ ഈ ഗ്രാമത്തിൻ്റെ പച്ചപ്പ് വിട്ട് തിരുവനന്തപുരം നഗരത്തിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് നടുവിൽ ജീവിക്കുമ്പം എന്താണ് ഇത് മിസ് ചെയ്യുന്നില്ല ഈ ഗ്രാമം? ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷൻ മാജിക് രംഗത്ത് ഞാൻ ശരിക്കും പറഞ്ഞാലേ തിരുവനന്തപുരത്തേക്ക് ചേക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 96 ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ അതുവരെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് പലപ്പോഴും ഷോയ്ക്ക് വേണ്ടി പോവുക, ഷോ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരിക എന്നുള്ളതാണ്. പക്ഷേ അന്നത്തെ വലിയൊരു മോഹം എന്ന് പറഞ്ഞാൽ എഴുത്തുകാരെ പരിചയപ്പെടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ പ്രജീഷിനെയും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ പ്രജീഷിൻ്റെ ഭാഷയാണ്, എഴുത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ അതുപോലെ എഴുത്തുകാരോട് വല്ലാത്തൊരു ആദരവ് അന്നും എന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അതുപോലുള്ളൊരു സ്നേഹബന്ധം ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ സാറ് പോയി കണ്ടു. കാരണം അദ്ദേഹത്തിൻ്റെ യക്ഷി, 6-ാം പേരിൽ തുടങ്ങിയിട്ടുള്ള ഒരു മാന്ത്രിക നോവലുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ മുഴുവൻ അയ്യർ ദി ഗ്രേറ്റിനെ പോലെയുള്ള എന്താ പറയുക ഒരു അതിമാനുഷിക സിദ്ധിയും അല്ലെങ്കിൽ അമാനുഷിക സിദ്ധിയും ഒക്കെയുള്ള 6-ാം ഇന്ദ്രിയമൊക്കെ കാണിക്കുന്ന രീതിയിലൊക്കെ ഒരു എഴുത്താണല്ലോ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം പോലെയായി. മലയാറ്റൂർ സാറാണ് മാജിക് അക്കാഡമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ട്രസ്റ്റായിട്ട് അതിൻ്റെ രജിസ്റ്റർ ചെയ്ത് മാജിക് അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമിക് തലത്തിൽ മാജിക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതും മാജിക്കിനെ കുറച്ചുകൂടി ജനകീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതും സാമൂഹ്യ പ്രശ്നങ്ങളിൽ മാജിക്കിന് ഇടപെടണം എന്നുള്ളതും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് മലയാറ്റൂർ സാറിനാണ്. ആസ്ഥാനം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അവിടെ പൂജപ്പുരയിലാണ് മാജിക് അക്കാഡമി. അക്കാഡമിയിലാണ് അവിടുത്തെ കോഴ്സുകളുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കോഴ്സിന് കേരള യൂണിവേഴ്സിറ്റി ഇപ്പോൾ ആ കോഴ്സിനെ റെക്കഗ്നൈസ് ചെയ്ത് കേരള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അത് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി മാജിക്കിന് അംഗീകാരം നൽകിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരുപാട് മാജിക് രംഗിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് മാറി, തലസ്ഥാന നഗരിയിലേക്ക് മാറി എന്ന് മാത്രം. അതാണ് അതിൻ്റെ സത്യം. ഇവിടെ സാറിന് ഒരു മജീഷ്യനെ കിട്ടിയാൽ ഇപ്പോൾ ട്രെയിനിൽ വെച്ചായിരിക്കും അല്ലെങ്കിൽ ബസ് യാത്രയിലോ ഹോട്ടലിലോ എവിടെയെങ്കിലും വെച്ച് ഒരു മാജീഷ്യനെ കിട്ടിയാൽ ആൾക്കാർ ചോദിക്കും ഒരു മാജിക് കാണിക്കും. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം അതാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒരു തമാശയുണ്ട്. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മറ്റൊരു ചോദ്യം ഉണ്ട്, എന്നറിയോ? കുറച്ച് പൈസ ഉണ്ടാക്കി തരുമോ മാജിക്? അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് പൈസ ചോദിക്കുന്നില്ല, എനിക്ക് ഇവിടെ വെച്ചൊരു മാജിക് കാണിക്കണം, പറ്റുമോ? ഇവിടെ വെച്ച് എന്താ പറയുക പ്രശ്നം അറിയാം, എന്ത് മാജിക് കാണിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കുസൃതി കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഈ കല്ല് അല്ലേ, ഇപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ, കല്ലുണ്ട്, ഇലയുണ്ട്, അല്ല വേറെ ഒന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യം പ്രജീഷിൻ്റെ പോക്കറ്റ് ഒന്ന് ജസ്റ്റ് പരിശോധിച്ചോളൂ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഒന്നുമില്ലല്ലോ. ഉണ്ട്, മൊബൈലുണ്ട്. മൊബൈൽ കുഴപ്പമില്ല. ഓക്കെ, കയ്യിലുള്ള അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, നീ ഈ കല്ലിലേക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഈ കല്ലിൻ്റെ കയ്യിലുണ്ട് അല്ലേ? കല്ല് പാമ്പൊന്നും ആവില്ലല്ലോ. ഇല്ല, ഈ കല്ലിവിടെ ഉണ്ടല്ലോ. ഉണ്ട്. ഈ കല്ലിന് ഞാൻ എടുത്തതിന് ശേഷം ഈ കയ്യിൽ വെച്ചു. ഇപ്പോൾ ഈ കയ്യിൽ കല്ലുണ്ട് അല്ലേ? ജസ്റ്റ് ഞാൻ തുറക്കുകയാണ്. പോക്കറ്റ് നോക്കി. ഇറ്റ് ഈസ് ദർ. അപ്പോൾ ഇത് ഇവിടെ വെച്ച് കാണിക്കുന്ന കല്ലിൻ്റെ കുസൃതി. അടുത്ത ചോദ്യം എങ്ങനെയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോവാൻ നോക്കി. ഇത് നല്ല രസമുള്ളൊരു മരമാണല്ലോ. ഇതെന്ത് മരമാണ്? എന്ത് മരം എനിക്ക് അറിഞ്ഞോളൂ. എന്നാലും നമുക്ക് ഇവിടെ ഒരു സ്നാപ്പ് എടുക്കാം. നല്ല രസമാണ്. നല്ല ലൈറ്റ് ഇവിടെ ഉണ്ട്. യെസ്. ഈ ചിരി ഓട്ടോമാറ്റിക് ആണോ? ചിരി ഓട്ടോമാറ്റിക് ആണോ? പണം എടുക്കാനാകുമ്പോൾ അവിടെ വരും അല്ലേ? അതെ, ക്യാമറ ഫോക്കസ് ആവുന്ന സമയത്ത് ചിരി വിടരുകയാണ്. നല്ല പടം. ഇവരുടെ മാജിക് പോലെ തന്നെ എഴുത്തിനകത്തും ഒരു കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലത്തെ ഒരു എഴുത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. അപ്പോൾ ഞാൻ ആത്മകഥ വായിച്ചു, ഓർമ്മകഥകളുടെ മാന്ത്രിക സ്പർശം. അപ്പോൾ അതിനകത്തൊക്കെ നമ്മളൊരു കുട്ടിയോട് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് പഴയ കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അതും കൂടി സാധിക്കുന്നത്? അല്ല, അതൊന്നുമല്ല. കാരണം എനിക്ക് വായന പൊതുവെ ഇഷ്ടമാണ്, കുറച്ചൊക്കെ വായിക്കാറുണ്ട്. പണ്ട് നന്നായിട്ട് വായിക്കുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഏറ്റവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അച്ഛൻ പറഞ്ഞ കഥകളാണ്. അച്ഛൻ കൂടുതൽ വായിച്ചിട്ടൊന്നുമല്ല, പക്ഷേ അച്ഛൻ ഈ പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ അച്ഛൻ പറയുമായിരുന്നു പണ്ട്. ഈ രാമായണത്തിൽ ലക്ഷ്മണൻ സീതയോട് പറയുന്നൊരു വാക്യം, അതായത് ഒരു ചരൽക്കല്ലിന് ഒരു തടാകത്തെ മുഴുവൻ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സ്നേഹം എന്ന പ്രതിഭാസത്തിന് പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കി മറിക്കുവാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛൻ രാത്രിയെ കഥ പറയാം. പിറ്റേ ദിവസം അപ്പോൾ രാത്രിയിലുള്ള ഡ്രീം എന്ന് പറയുന്നത് രാവിലെ പോയി കഴിഞ്ഞ ശേഷം തടാകം ഇല്ലല്ലോ വീട്ടിൽ, ഒരു കുളം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചെറിയ ചരൽക്കല്ല് ഇതുപോലെ എടുത്തതിന് ശേഷം ആ കുളത്തിൻ്റെ നടുവിലേക്ക് എറിയും. അപ്പോൾ അച്ഛൻ പറഞ്ഞത് കറക്റ്റാണ്. കുളത്തിൻ്റെ നടുവിൽ വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ അലകളായി കരയിൽ പോയി അവിടുന്ന് തട്ടി അത് തിരിച്ച് അവിടത്തേക്ക് വരും. അപ്പോൾ ആ സ്നേഹം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹം കിട്ടും. ഇതിലപ്പുറം എന്താ പറഞ്ഞു തരാനുള്ളത്? അപ്പോൾ അങ്ങനെ ഈ കഥകളെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് അത് പലപ്പോഴും നമ്മൾ ലൈഫിൽ അത് കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പോൾ
ഞാൻ കുട്ടികളോട് കഥ പറയുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതുമ്പോഴൊക്കെ എന്തെങ്കിലും നമ്മൾ പറയുന്നതിലൂടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ എം മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന നോവൽ, അതിനകത്ത് അൽഫോൺസ് അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പതനം. അപ്പോൾ അത് വായിക്കുമ്പോൾ ആ സാഹിത്യ സൃഷ്ടിക്കകത്തൊരു മജീഷ്യൻ എന്ന് പറയുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കഴിഞ്ഞാൽ നാളെ എന്തായിത്തീരുന്നുള്ള ചിന്ത പലപ്പോഴും വായനയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആർജിച്ചെടുത്തിട്ടുണ്ട്. വായന എനിക്കിഷ്ടമാണ്. ആളുകളോട് വായിച്ച കാര്യങ്ങൾ പറയുന്നതും സംവദിക്കുന്നതും ഇഷ്ടമാണ്. ലോകത്ത് ഏറ്റവും നന്നായിട്ട് ലൈറ്റ് ചെയ്യുന്ന ആളാണ്. ലൈറ്റ് ചെയ്യുന്ന ആളാണ് സൂര്യൻ. അല്ല, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ ഈ സ്റ്റേജിലെ ഫുൾ ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞിട്ട് 10-30 ഷോ നടത്തുമ്പോൾ ഒരു 10-45 പാർ ലൈറ്റ്സ് കഴിഞ്ഞ ശേഷം അതിനകത്തുനിന്ന് ഈ LED സ്പോട്സ് ഇതെല്ലാം കൂടി ഇതെല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ ലൈറ്റ് പറയും എന്താ നമ്മുടെ ലൈറ്റിങ്. അപ്പം ഞാൻ വിചാരിക്കും സൂര്യൻ വിചാരിക്കുന്നുണ്ടാവും അല്ലേ എന്താണ് ഇയാളെ ലൈറ്റിങ്. ഈ ഷോകൾക്ക് ലൈറ്റ് ഉപയോഗിച്ചുള്ള ഷോകളാണ് ചെയ്യുന്നത്. പുറത്തിപ്പം അതല്ലാതെ ഔട്ട്ഡോറിൽ ഈ ഇന്ത്യ യാത്ര നടത്തി, അതുപോലെ ഈ തെരുവിൽ മാജിക് നടന്നു. ഇത് അതായത് നാച്ചുറൽ ലൈറ്റിൽ നടത്തുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് നേരത്തെ നമ്മൾ കല്ലെടുത്ത് കാണിച്ച പോലെ വളരെ വിസ്മയിപ്പിക്കുന്ന കുറേ സാധനങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടും അതുപോലെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്ന മാജിക്കുകൾ സത്യത്തിൽ ഫലപ്രദമാകുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു പരിപാടി ഏറ്റെടുക്കുന്നത് 90-ൽ നമ്മുടെ കേരളം സമ്പൂർണ്ണ സാക്ഷരതാ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോഴാണ് ഞാൻ കോഴിക്കോട് നിന്ന് ഒരു ദിവസം നിലമ്പൂർക്ക് ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോയി. സാധാരണയുള്ള പരിപാടിയാണ്. ഉറങ്ങി ഒരു പ്രത്യേക സ്ഥലത്തെത്തിയ സമയത്ത് വണ്ടി ബ്രേക്ക് ചെയ്തു, തല പോയിട്ട് ഒരു കമ്പിയിലിടിച്ചു. ഉണർന്നു നോക്കിയ സമയത്ത് സാക്ഷരതാ യജ്ഞത്തിൽ പങ്കാളികളാവുക എന്ന് പറയുന്നൊരു പോസ്റ്ററാണ് കാണുന്നത്. അതാ ബോധവൽക്കരിച്ചു. അപ്പോൾ ആ ഇടിയെന്നാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്ക് ഈ സാക്ഷരതാ പരിപാടിയായിട്ട് ബന്ധപ്പെടുത്തി മാജിക്കിനെ ഉൾപ്പെടുത്താനുള്ള താല്പര്യമാണ്. അങ്ങനെ കളക്ടറോട് പറഞ്ഞ് ആദ്യത്തെ എൻ്റെ ഒരു ഈ പൊതുജന സമ്പർക്ക പരിപാടി മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് ഇതാണ്, സാക്ഷരതാ പരിപാടിയാണ്. കേരളത്തിൽ ആദ്യം മലപ്പുറത്ത് തുടങ്ങി, പിന്നെ തിരുവനന്തപുരത്ത് തുടങ്ങി, കേരളത്തിൽ മുഴുവൻ അവതരിപ്പിച്ചു. പിന്നെ മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ അവബോധം ഉണ്ടാക്കുന്ന പരിപാടികൾ, ദേശീയോദ്ഗ്രഥന യാത്രകൾ, അത് പ്രധാനമായിട്ടും 4 ഇന്ത്യ യാത്രകൾ നടത്തി. വിസ്മയ സ്വരാജ്യ യാത്ര, വിസ്മയ ഭാരതയാത്ര, പിന്നെ ഗാന്ധി മന്ത്ര, മിഷൻ ഇന്ത്യ, ഇങ്ങനെ ആർമിയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇത് തുടർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ട്രൂപ്പിനെ മാനേജ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് നടത്തുന്നതിലൂടെ ഒരു പരിധി വരെയെങ്കിലും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ ഒരു ഇന്ത്യ യാത്ര നടത്തുന്ന സമയത്ത് മാൾഡ എന്ന് പറയുന്ന സ്ഥലത്ത്, വെസ്റ്റ് ബംഗാളിലാണ്, അവിടെ ഞങ്ങളന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടി നടത്തുന്നത് MLA ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരെല്ലാം കൂടി വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ ചെറിയ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കയറിയിട്ട് പുകയിലേക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി ശക്തമായിട്ട് നടത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം കൂടിയിട്ട് ഈ ടാക്സിയുടെ ഒരു ഭാഷ പോലും അറിയാത്ത ആളുകളാണ്, അവരെല്ലാം കൂടി തീരുമാനിച്ചു അവരുടെ കയ്യിലുള്ള ഇത് എന്താ പറയുക, സിഗരറ്റ്, ബീഡി, ഇതെല്ലാം കൂടി അവരിങ്ങനെ കുന്നുകൂട്ടിയിട്ട് ടാക്സി ഡ്രൈവർമാരെല്ലാം കൂടി, എന്നിട്ട് അത് കത്തിച്ചതിന് ശേഷം അതിൻ്റെ തീയിൽ അവർ പ്രതിജ്ഞ എടുത്തു, ഞങ്ങൾ ഇനി ജീവിതത്തിൽ ഒരിക്കലും. അപ്പോൾ അത് ആ മിഷൻ്റെ വിജയത്തിന് അത് തന്നെ ചിലപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അവർ സ്മോക്ക് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു നിമിഷം അവരുടെ മനസ്സിൽ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് പലപ്പോഴും ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ യാത്ര ഞങ്ങൾ നടത്തി കഴിഞ്ഞ ശേഷം നാഗാലാൻഡിലും ആസാമിലൊക്കെ പോയിട്ട് പരിപാടി നടത്തിയിട്ട് തിരിച്ചു പോരാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചതുപോലും ഈ മാജിക് എന്ന് പറയുന്ന കലയുടെ ഒരു സൗന്ദര്യവും അതിൻ്റെ സ്വാധീനവും കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ കലകളിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഒരു പരിധിവരെയെങ്കിലും മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുമെന്ന് വിശ്വസിക്കുന്നു.